ഇനി പറയാണ് കാന്ത്യാസ്മരവയു സ്മരവധൂയന്തി ഇത്യത്ര. കാന്തി കൊണ്ട് സ്മരവധുവിനെ കാമദേവന്റെ പത്നിയായിട്ടുള്ള രതിയെ പോലെ അതിസുന്ദരിയായിട്ടുള്ളവൻ ഉള്ളവൾ എന്നുള്ളയിടത്ത് ഇത്യത്ര ശോഭയാ സ്മരവധൂവും രതിയുമിവ വർത്തമാന ഇത്യർത്ഥ. ശോഭ കൊണ്ട് പ്രകാശം കൊണ്ട് സ്മരവധു കാമദേവന്റെ വധുവായിട്ടുള്ള രതീദേവിയെ പോലെ ഇരിക്കുന്നവൾ എന്നർത്ഥം. ഈ അർത്ഥമാണ് അവിടെ വിവക്ഷിത പറയപ്പെട്ടിട്ടുള്ളത്. അത്ര ഉപമേയ എന്ന വർത്തത, അവിടെ ഉപമേയം ഇല്ല. വാചക ശബ്ദ അപി ന. സ്മരവധു എന്നുള്ളത് ഉപമാനം, കാന്തിമത്വം സാധാരണ ധർമ്മം ച വർത്തതേ. അവിടെ എന്താണ് ഇല്ലാത്തത്? ഉപമേയം പറഞ്ഞിട്ടില്ല, വാചക ശബ്ദവും ഇവ മുതലായിട്ടുള്ള വാചക ശബ്ദമൊന്നും പറഞ്ഞിട്ടില്ല. സ്മരവധു എന്നുള്ളത് ഉപമാനം, സ്മരവധൂയന്തി എന്ന് പറഞ്ഞു. സ്മരവധുവിനെ പോലെ ആചരിക്കുന്നവൾ, സ്മരവധൂയന്തി എന്നാണ് പറഞ്ഞത്. അവിടെ ഇവ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വാചക ശബ്ദം ഇല്ല എന്ന് പറയാൻ കാരണം. വധൂയന്തി എന്നൊരു വാക്ക് അവിടെ പറഞ്ഞു. വധുവിനെ പോലെ ആചരിക്കുന്നവൾ. ആ പോലെ എന്നുള്ളത് ഊയന്തി എന്നുള്ളതിൻ്റെ അകത്ത് വന്നുപോയി. അത് ആ ഒരു വാക്കിൽ തന്നെ അത് വന്നു. ഇവ എന്ന് വേറെ പറഞ്ഞില്ല. സ്മരവധൂഹു ഉപമാനം, കാന്തിമത്വം സാധാരണ ധർമ്മം ച വർത്തത. അത് രണ്ടും ഉണ്ട്. കാന്തിമത്വം ഉണ്ട്. എന്താണ് കാന്തിയ എന്ന് പറഞ്ഞിട്ടല്ലോ, കാന്തി കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാചകോപമേയ ലുപ്ത, വാചകല്ല ഉപമേയവും ഇല്ല എന്നർത്ഥം ആ സാധനത്തിൽ. പിന്നെ അഞ്ചാമത്തത് പറയാണ് തത്ര വിജനയസ്ഥലയമേ തദ്രഥയർലാഭ ഇതിയത് തത് അവിതർക്കിത സംഭവം യാദൃച്ഛികം തതേതത് കാകതാളീയമേവാ. അവിടെ എനിക്ക് അവളുമായിട്ടുണ്ടായ സുരതാനുഭവം ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവവും അത് എന്ന് പറഞ്ഞാൽ കാകതാളീയവുമാണ് എന്നാണ്. ഈ കാകതാളീയം എന്ന് പറഞ്ഞാൽ കാകകൃത താളോപഭോഗ സദൃശം. കാക്കയാൽ ചെയ്യപ്പെട്ട പനമ്പഴത്തിന്റെ ഉപഭോഗം. കാക്ക വന്നു ആ പഴുത്ത പനമ്പഴം കൊത്തി തിന്നു. അതേപോലെയാണ് ഞാൻ അവളെ ആ സ്ത്രീയുമായിട്ടുള്ള എൻ്റെ വേഴ്ച ഉണ്ടായത് എന്നർത്ഥം. ആ സുന്ദരിയുമായിട്ട് ഞാൻ കൂടിച്ചേർന്നത് അതേപോലെയാണ്. കാകതാളീയവുമാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഈയം വന്നു. ഈയം എന്ന് പറഞ്ഞാൽ നമ്മള് ചെമ്പ് ഈയം പൂശാന കൂടെ കൊടുക്കുന്ന ആ ഈയം അല്ല, കാകതാളീയം. ഈ കാകതാളി എന്ന് പറഞ്ഞാൽ കാകതാളത്തെ സംബന്ധിക്കുന്നതെന്നർത്ഥം. കേരളത്തെ സംബന്ധിക്കുന്ന കേരളീയം എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു പ്രയോഗമാണ്. ഭാരതത്തിനെ സംബന്ധിക്കുന്ന ഭാരതീയം. അപ്പൊ അതിനെ സംബന്ധിക്കുന്നതെന്ന് പറയുമ്പോഴാണ് കാകതാളീയം എന്ന് പറയാം. അപ്പോ കാകകൃത താളോപഭോഗ സദൃശം ആണ്. അവിടെ ഒരു ഈയാദേശം വന്നു. അപ്പോൾ അവിടെ പറയാൻ കാരണം ഒന്ന് ലോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇവിടെ ഇപ്പം എന്താ പറഞ്ഞത്? ഇത് കാകതാളീയമേവ. അത് കാക്കപ്പനമ്പഴം പോലെ, കാകതാളീയം കാക്ക പനമ്പഴം കൊത്തി തിന്നത് പോലെയാണ് എന്ന് പറയാണ്. ഇവിടെ അത് ഉപമാന ലുപ്ത എന്ന് പറഞ്ഞ സാധനമാണ്. കാകാഗമനമിവ താളപതനമിവ കാകതാളം. ഇവിടെ താളപതനമിവ എന്ന് എഴുതിയിട്ടുണ്ട്. കാകകൃത താളോപഭോഗം. കാക്ക പനമ്പഴം കൊത്തി തിന്നു, അത് താഴത്തേക്ക് വീഴുകയും ചെയ്തു പകുതിയായപ്പം. അത് വീണപ്പാണല്ലോ മനസ്സിലായത്. കാക്ക വന്നു. അപ്പൊ അത് കാക്ക വന്നൊരു പനമ്പഴം കൊത്തി തിന്നു എന്ന് പറയുന്നത് താളപതനം. താളപതനം ഇതിനെയാ പറഞ്ഞത്. കാക്ക വന്നു, പനമ്പഴം കൊത്തി തിന്നത് താഴേക്ക് വീണു. അതുപോലെ അതാണ് കാകതാളം എന്ന് പറഞ്ഞത്. തതഹ കാകതാളമിവ കാകകൃത താളോപഭോഗ ഇവയേതി അർത്ഥ. കാകതാളം ഇവ എന്ന് പറഞ്ഞാൽ കാക്ക വന്നിട്ട് ചെയ്തതായ പനമ്പഴത്തിൻ്റെ ഉപഭോഗം പോലെയാന്ന് പറയാണ് വിവക്ഷിത. അപ്പൊ അതുപോലെയാണ് പറയുന്നതെന്നർത്ഥം. അത്ര തന്നീ സുരതലാഭ ഉപമേയം. ആ സുന്ദരിയുമായിട്ടുള്ള സുരതം, അവളുമായിട്ടുള്ള വേഴ്ച, അതവിടെ ഉപമേയമാണ്. അവിതർക്കിത സംഭവത്വം സാധാരണ ധർമ്മ. അവിതർക്കിത സംഭവം എന്ന് പറഞ്ഞാൽ യാദൃച്ഛിക സംഭവമാണ് സാധാരണ ധർമ്മം. പിന്നെ കാകതാളീയം ഇത്യത്ര സാദൃശ്യവാചകത്വം. കാകതാളീയം അവിടെ ഉപമാനായിട്ടാണ് വരേണ്ടത്.
ഉപമാനലുപ്ത എന്നല്ലേ പറഞ്ഞത് നമ്മൾ. അപ്പൊ ആ ഉപമാനം കാക്കപ്പനമ്പളം കാക്കപ്പനമ്പളം ആണ് പറയുന്നതിന് പകരം കാകതാളീയം കാകതാളീയം എന്നായിട്ട് അവിടെ ഒരു ഈയം ചേർത്തിട്ട് ഇത്യത്ര സാദൃശ്യവാചകത്വം അവിടെ വന്നു. കാകതാളത്തിന്റെ ഒപ്പം ഈ എന്ന് ചേർത്തിട്ട് അതൊന്നായിട്ട് ആ സാദൃശ്യവാചകത്വം ആക്കി മാറ്റി. അത്ര ഉപമാനലോപ, ഉപമാനമായിട്ടുള്ള ആ സാധനം അവിടെ ഇല്ല എന്നർത്ഥം. ഈ ആ അവളുമായിട്ടുണ്ടായുള്ള ചേർച്ച കാക്കപ്പനം കാക്ക വന്നിട്ട് പനമ്പഴം കൊത്തി തിന്നത് പോലെയാണെന്ന് ഉപമാനമായിട്ട് പറഞ്ഞിട്ടില്ല. ആ സാധനം എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ പച്ച മലയാളം എന്ന് പറഞ്ഞാൽ അത് കാകതാളീയമാണ്. കാകകൃത താളോപഭോഗ സദൃശമാണ് എന്ന് പറയാണ്. സദൃശം എന്നൊന്നും പറഞ്ഞില്ല അവിടെ. താളീയം കാക്കപ്പനമ്പളം പോലെ, കാക്കപ്പനമ്പളം പോലെ തന്നെയാണ്. കാകതാളീയം വെച്ചാൽ കേരളീയം എന്നൊക്കെ പറഞ്ഞ പോലെ കാക്കപ്പനമ്പഴത്ത് സംബന്ധിക്കുന്നതാണ്. അതെ, അവിടെ സംബന്ധിക്കുന്നത് ചേർത്ത് പറയുന്നതാണ് എളുപ്പം. കാക്കപ്പനമ്പഴത്തിന് സംബന്ധിക്കുന്നതാണ്. അപ്പൊ ഉപമാനം ഇന്ന് ഒഴിവായി. ഉപമാനം അവിടെ ഈ കാക്കപ്പനമ്പഴത്തിന് തുല്യമായിട്ടാണെന്നൊന്നും പറഞ്ഞില്ല. ആ ഉപമാന എന്ന് കളഞ്ഞു. ഈ എന്നുള്ളൊരു വാക്ക് അവിടെ ഈയം എന്നവിടെ ചേർത്തിട്ട് കാകതാളീയം, കേരളീയം, ഭാരതീയം എന്നൊക്കെ പറയും പോലെ, ഭാരതീയം എന്ന് പറയുന്നത് ഭാരതത്തിന് സംബന്ധിക്കുന്നു. അപ്പൊ കാക്കപ്പനമ്പഴത്തിന് കാക്ക വന്നൊരു പനമ്പഴം തിന്നത് പോലെ സംബന്ധിക്കുന്നതാണ്, കാക്കപ്പനമ്പഴത്ത് സംബന്ധിക്കുന്നതാണ് എന്നാ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ കൂടുതൽ എളുപ്പമാവും. കാക്കപ്പനമ്പഴത്തെ സംബന്ധിക്കുന്നതാണ് അവളുമായിട്ടുണ്ടായ വീഴ്ച എന്നാണ് പറയുന്നത്. അപ്പോ അത് ഉപമാനമായിട്ട് പറയുന്നില്ല. കാക്കപ്പനമ്പഴം പോലെ, അല്ല പോലെ എന്ന് പറഞ്ഞില്ല, കാക്കപ്പനമ്പഴ സംബന്ധിയാണ്, അത്രയും പറഞ്ഞുള്ളൂ. അപ്പൊ അവിടെ ഉപമാനം പറഞ്ഞില്ല. അത്ര ഉപമാനലുപ്ത. പിന്നെ പറയാണ് ആറാമത്തത്. പിന്നെന്താണ് ആറാമത്തെ? എന്താ സാധനം? 5, 6 തത്ര മമ തയാ മേളനം. അവിടെ ഞാനും അവളുമായിട്ടുള്ള എൻ്റെ ചേർച്ച. മമ തത്ര ഗമനം തസ്യാഹ തത്ര ആഗമനം ച അവിതർക്കിയ സംഭവം. ഞാൻ അവിടെ പോയതും അവളവിടെ വന്നതും വളരെ യാദൃശ്ചികമായിട്ടുള്ളൊരു കാര്യമാണ്, യാദൃശ്ചികമായിട്ടൊരു സംഭവമാണ്. മമ തന്മേളനം കാകാഗമന താളപതന സദൃശം അവിതർക്കിയ സംഭവം. എൻ്റെ അവിടെ പോയിട്ട് അവളുമായുള്ള ചേർച്ച, കാക്ക വന്നതും താളം ആ പനമ്പഴം പകുതി കൊത്തിയത് താഴത്തേക്ക് വീണതും ആയിട്ടുള്ള യാദൃശ്ചിക സംഭവമാണ്. ഞാൻ അവിടെ പോയത് ഉപമേയം. മമതൽ സമാഗമഹ ഉപമേയം. ഞാൻ അവളുമായിട്ടുള്ള സമാഗമം ഉപമേയമാണ്. യാദൃശ്ചികത്വം സാധാരണധർമ്മം. പിന്നെ അത്ര വാചകോപമാനസ്യ ലോപാത് ച വാചകോപമാനലുപ്ത. വാചകോപമാനലുപ്ത എന്നവിടെ അല്ല. വാചകോപമാനലുപ്ത എന്ന് പറഞ്ഞ സാധനം പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെ വാക്കൊന്ന് ശ്രദ്ധിക്കണം. അവിടെ തത്ര മമ തയാമേളനം മമ തത്ര ഗമനം തസ്യാഹ തത്ര ആഗമനം ച അവിതർക്കിത സംഭവം. ഇവിടെ ഒരു കാകതാളീയം ഇവരവിടെ വിട്ടു. ഇവിടെ എന്താ പറഞ്ഞു? ഇവിടെ ഉദാഹരണത്തിലും അത് പറഞ്ഞില്ലേ, മറ്റേ വാചകോപമാനയോഹ ലോപാത് വാചകോപമാനലുപ്ത. അപ്പൊ അവിടെ ഏത് കാകതാളം എന്നാണ് പിന്നെ പറയുന്നത്. ഞാൻ യഥാർത്ഥത്തിലുള്ള പുസ്തകത്തിൽ കാകതാളം എന്നേ പറഞ്ഞു. ഈയം അവിടെ ഒഴിവാക്കി. അപ്പൊ ഈയം എന്ന് ഒഴിവാകുമ്പോൾ ഉപമാനവും ലോപിക്കും. ഈ ഈയം എന്ന് പറഞ്ഞുള്ള വാചകമില്ല, ഉപമാനമില്ല. കാകകൃത ഇവിടെ വാചകോപമാനലുപ്ത, വാചകവുമില്ല, ഉപമാനവുമില്ല. താളപതന സദൃശം. ഇവിടെ കാകതാളീയം എന്ന് ഇവിടെ പറയാൻ പാടില്ല, കാകതാളം എന്നേ പറയാൻ പാടുള്ളൂ. ഈയം അവിടെ ഒഴിവാക്കിയിട്ട് പറയണം.
അപ്പൊ ഇവിടെ ഇവര് പറഞ്ഞുള്ള ഉദാഹരണം എടുത്താൽ മതി. അപ്പൊ ഒരേ സാധനം തന്നെ. കാകാഗമന അവര് താളപതന സദൃശം അവിതർക്കിത സംഭവം. അവിടെ ആ പറഞ്ഞ ഉദാഹരണം മാത്രം നോക്കിയിട്ട് പഠിച്ചാൽ മതി. തത്ര മമ തയാമേളനം ആ വരിയെന്നെ ശ്രദ്ധിച്ചാൽ മതി. കാകാഗമന താളപതന സദൃശം അവിതർക്കിത സംഭവം മമതൽ സമാഗമ ഉപമേയം യാദൃശ്യത്വം സാധാരണധർമ്മ അത്ര വാചകസ്യ ഉപമാനസ്യ ച ലോപാത് വാചകോപമാനരുക്ത. ഉപമാനം ലോപിക്കണമെങ്കിൽ കാകതാളം ഇവിടെ കൊണ്ടുവന്നിട്ടാൽ കാകതാളം എന്നേ പറയാവൂ. ഈയം അവിടെ ചേർത്താൻ പാടില്ല. കാകതാളം എന്ന് അഞ്ചാമത്തേന് ഉദാഹരണം കാകതാളിയും വേണം. ആറാമത്തേന് ഉദാഹരണം കാകതാളം എന്നേ പറയാൻ പാടുള്ളൂ. കാക്കപ്പനമ്പഴം എന്ന് മാത്രമേ പറയണ്ടൂ. അവിടെ കാക്കപ്പനമ്പഴ സംബന്ധിയാന്ന് പറയുന്നില്ല. കാക്കപ്പനമ്പഴം എന്ന് പറയണം. അപ്പൊ അവിടെ ഇത് രണ്ട് ലോപിക്കും. വാചകം ലോപിക്കും, ഉപമാനവും ലോപിക്കും. മനസ്സിലായില്ലേ? ആ ഈയം എന്നുള്ളത് കാകതാളി ഈയം ഇവിടെ പറയണ്ട, കാകതാളം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. അതാണ് എന്ത് ലുപ്ത. വാചകവുമില്ല ഇവിടെ, ഉപമാനവുമില്ല. പിന്നെ പറയാണ് ഇനിയിപ്പം ആ അവിതർക്കിത സംഭവം ഇത്യത്ര സ്ഥാനേ. പിന്നെ ഈ ധർമ്മോപമാനങ്ങൾ ലോപിക്കാൻ വേണ്ടി പറയാണ്. ധർമ്മം സാധാരണ ധർമ്മം എന്താണ്? അവിതർക്കിത സംഭവം എന്നില്ലാണ്ടാവാൻ വേണ്ടിയിട്ട് അവിതർക്കിത സംഭവം ഇത്യത്ര സ്ഥാനേ ഇത് ജാനീഹി ഹേ സഖേ എന്ന് മാറ്റിയിട്ട് ശ്ലോകം പഠിച്ചാൽ, ഇത് ജാനീഹി ഹേ സഖേ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം അറിഞ്ഞാലും കൂട്ടുകാരാണ്. ഇത് പാടേ സാധാരണ ധർമ്മസ്യ ലോപ. അവിടെ സാധാരണ ധർമ്മം ലോപിക്കും. ആ ശ്ലോകത്തിന്റെ വരി ഒന്ന് മാറ്റി പിടിച്ചാൽ അവിതർക്കിത സംഭവം ഇത്യത്ര സ്ഥാനേ. പിന്നെ ഇത് പാടേ സാധാരണ ധർമ്മസ്യ ലോപ മേ തദ്രദേഹ ലാഭ ഇതി യത് തദ്ദേതത് കാകതാളീയം. എനിക്ക് അവളുമായിട്ടുണ്ടായ വേഴ്ച ലാഭം എന്നത് എന്നുള്ള യാതൊന്ന് അത് കാകതാളീയമാണ്. അവിടെ ധർമ്മോപമാനങ്ങൾ അവിടെ ലോപിച്ചിട്ടുണ്ട്. ധർമ്മമില്ല, സാധാരണ ധർമ്മമായിട്ടുള്ള അവിതർക്കിത സംഭവമില്ല. കാകതാളീയം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉപമാനവും ഇല്ല. കാകതാളീയം കാക്കപ്പനമ്പഴ സംബന്ധിയാണ് എന്ന് പറഞ്ഞാൽ കാക്കപ്പനമ്പഴ സംബന്ധിയാന്നേ പറഞ്ഞുള്ളൂ. ഈയം അവിടെ ചേർത്തിട്ട് അവിടെ ഉപമാനത്തിന് ഇല്ലാതാക്കി. കാക്കപ്പനമ്പഴം പോലെയാണ്. കാക്ക കൊത്തി തിന്ന പനമ്പഴം. കാക്ക വന്നു ഇരുന്നു, കൊത്തി തിന്നു, താഴേക്ക് വീണു. അത് കാക്കപ്പനമ്പഴ സംബന്ധിയാണ് ഞങ്ങളുടെ ബന്ധം എന്ന് പറയാം. അപ്പൊ അവിടെ ധർമ്മമില്ല, സാധാരണ ധർമ്മമായിട്ടുള്ള അവിതർക്കിത സംഭവം യാദൃശ്യമായിട്ടുള്ള ആ സാധനം ഇല്ല. ഉപമാനമായിട്ടുള്ള കാകതാളം എന്നുള്ള സാധനം അവിടെ വാക്ക് കൊണ്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാകതാളീയം എന്നാക്കി. കാക്കപ്പനമ്പഴ സംബന്ധി എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. ഓക്കെ. അപ്പൊ ധർമ്മമില്ല, ഉപമാനമില്ല. ആ രണ്ട് സാധനങ്ങളും കൂടെ ഇല്ലാത്തതുകൊണ്ട് ധർമ്മോപമാന ലുപ്ത. പിന്നെ പറയാണ് എട്ടാമത്തെ അവിടെ എന്താ വേണ്ടത്? ധർമ്മോപമാന വാചക ലുപ്ത. ധർമ്മവും ഉപമാനവും വാചകവും മൂന്നും ലോപിക്കണം. സാധാരണ ധർമ്മം പാടില്ല, ഉപമാനം പാടില്ല, ഉപമാവാചകവും പാടില്ല. അപ്പൊ എന്താ പാടുള്ളൂ? അപ്പൊ അവിടെ ഒരൊറ്റ സാധനമേ പാടുള്ളൂ. ധർമ്മം, ഉപമാനം, വാചകം മൂന്ന് ലോപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. കാകാഗമന മമ തയാതത്ര മേളനമിതി യത് തദ്ദേതത് കാകതാളം. മമ തയാതത്ര മേളനമിതി യത് തദ്ദേതത് കാകതാളം. എനിക്ക് അവിടെ അവളുമായിട്ടുണ്ടായ ചേർച്ച എന്ന് പറഞ്ഞാൽ അത് കാകതാളമാണ്, കാക്കപ്പനമ്പഴമാണ്. തദ്ദേതത് കാകതാളം, അത് കാക്കപ്പനമ്പഴമാണ്. കാകാഗമന താളപതന സദൃശം. കാക്ക വന്നു പനമ്പഴം കൊത്തി തിന്നിട്ട് അത് വീഴുന്നു. കാക്കയല്ല വീഴുന്ന, പനമ്പഴാണ്. കാക്ക തൊട്ടപ്പോഴേക്ക്, കാക്ക ലേശൊന്ന് തിന്നാൻ കഴിഞ്ഞപ്പോഴേക്ക് ഡിം എന്ന് പറഞ്ഞ് വീണുണ്ടു. അതാ ധർമ്മോപമാന വാചകലുപ്ത. ധർമ്മമില്ല, ഉപമാനമില്ല, വാചകമില്ല എന്നർത്ഥം. ഒരു സാധനമില്ല. അതാണ് അവിടെ എനിക്ക് അവിടെയുള്ള അവളുമായിട്ടുള്ള മേളനം. അവിടെ ആ ഉപമേയം മാത്രമേ ഉള്ളൂ. ധർമ്മം, ഉപമാനവും വാചകമില്ല. ഉപമേയം
എനിക്ക് അവളുമായിട്ടുള്ള ആ കൂടിക്കാഴ്ച, അവളുമായിട്ടുള്ള ചേർച്ച എന്ന് പറഞ്ഞാൽ അത് കാകതാളം, അത് കാക്കപ്പനമ്പഴം. കാക്കപ്പനമ്പഴം പോലെ എന്ന് പറയില്ല, കാകതാളം ഇരിന്നാണ് അവിടെ. കാകാഗമന താളപതന സദൃശം. അത് അർത്ഥമായിട്ട് അവിടെ പറയുന്നു എന്നേ ഉള്ളൂ. തതേത് കാകതാളം. എനിക്ക് അവളുമായിട്ടുള്ള ചേർച്ച എന്ന് പറഞ്ഞ യാതൊന്ന് അത് കാകതാളമാണ്, കാക്കപ്പനമ്പഴമാണ്. കാക്കപ്പനമ്പഴം സംബന്ധി എന്ന് പറയുന്നില്ല, അല്ലേ, സംബന്ധി കാകതാളീയം. ഇത് ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ എൻ്റെ പുസ്തകത്തിൽ ജസ്റ്റ് ഞാൻ നോക്കട്ടെ. അവസാനത്തെ കർപ്പൂരന്തി തന്നെ തന്നെ ഉപമാനം വിജനസ്ഥലേ തദ്രതർ. ഓക്കെ. അപ്പം മമ മമതയാ തത്ര മേളനമിതി യത് തദ്ദേതത് കാകതാളമിതി ധർമ്മോപമാനവാചകരുപ്പായാശ്ചോദാഹരണം. അവിടെ ഉപമേയം മാത്രമേ ഉള്ളൂ. അവളുമായിട്ടുള്ള കൂടിച്ചേരൽ, അവളുമായിട്ടുള്ള ചേർച്ച എന്നുള്ളത് അതെന്താ വെച്ചാൽ കാകതാളമാണ്, കാക്കപ്പനമ്പഴമാണ്, കാക്കപ്പനമ്പഴം ആണ് എന്നുള്ളത് ധർമ്മവും ഉപമാനവും വാചകവും കൂടെ ലോപിച്ച സാധനമാണ് എന്ന് പറയാം. അതിനാണ് അപ്പോൾ അവിടെ കാകതാളീയം എന്ന് പറയണ്ട, കാകതാളം എന്നുണ്ട്. കാക്കപ്പനമ്പഴമാണ്. ഞാൻ ഓളായിട്ട് അവിടെ കൂടിച്ചേർന്ന് കാക്കപ്പനമ്പഴമാണ്. കാക്ക വന്നു പനമ്പഴം തിന്നു, ആ പനമ്പഴം തിന്നാൻ തുടങ്ങുമ്പോഴേക്ക് താഴേക്ക് വീണു എന്നർത്ഥം. ഇതാണ് 8 ഈ സാധനങ്ങൾ, 8 ലുപ്തോപമകൾ. അത് പുസ്തകം വെച്ച് നോക്കിയിട്ട് കേട്ടിട്ട് വായിച്ച്